നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാൻ ഇന്നിവിടെ വൂളൻ നൂല് വെച്ചിട്ട് എങ്ങനെ ഫെദർ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വലിയ പീസ് നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൂല് നമ്മൾ നടുമടക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയുമാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആദ്യം തന്നെ നമ്മൾ ഈ വലിയ നൂല് നടുമടക്കി വയ്ക്കുക. ഇതിന് ഞാൻ കറക്റ്റായിട്ടൊരളവ് പറഞ്ഞാലേ ഞാൻ എടുത്തത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച നൂലില്ലേ, ഇത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എന്നിട്ട് അത് നടുമടക്കിയെടുക്കുക. നടുമടക്കിയെടുത്തതിന് ശേഷം നമ്മൾ വലിയ മടക്കി വെച്ച വലിയ നൂലിൻ്റെ താഴെ കൂടെ വയ്ക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈസിയാണ് ചെയ്യാൻ. നമ്മൾ ആ ചെറിയ പീസ് മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിൽ ആ വലിയ പീസ് നീളത്തിൽ അത് മടക്കി വയ്ക്കുക. അത്ര തന്നെ. അടുത്തൊരു പീസും കൂടി എടുക്കുക. എന്നിട്ട് അത് ഈ മടക്കി വെച്ചതിൻ്റെ ആ മടക്കിയ ഭാഗത്ത് കൂടെ ഉള്ളിലേക്ക് കയറ്റുക. അതിനുശേഷം ആ നൂലിൻ്റെ ആ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിൻ്റെ ഭാഗത്ത് കൂടെ ആദ്യം മടക്കിയ ചെറുതിൻ്റെ അറ്റം തിരിച്ച് ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അപ്പോൾ അതൊരു കെട്ടായിട്ട് കിട്ടും. നമുക്ക് ഒരു നല്ല ടൈറ്റാക്കി വെക്കാൻ പറ്റുന്ന ഒരു കെട്ടാക്കി കിട്ടും. അതിങ്ങനെ രണ്ട് ഭാഗത്തും നൂല് വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നന്നായിട്ടൊരു കെട്ടായിട്ട് കിട്ടും. അതേപോലെ എല്ലാ നൂലും വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുമ്പോഴുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതേപോലെ എല്ലാം കെട്ടിയെടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതേപോലെ ഇത് നമുക്കൊരു വാൾഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ഫ്രെയിമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വെച്ചാൽ പല കളറിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. ഇതിൻ്റെ ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കീ ചെയിൻ്റെ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളുടെ ബാഗിന് ഒക്കെ സിബിൻ്റെ മേലൊക്കെ കുട്ടികളിങ്ങനെ തൂക്കി നടക്കില്ലേ, അതേപോലെ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇത് വെച്ച് ചെയ്യാം. അങ്ങനെ മുഴുവനും ഇതേപോലെ കെട്ടിയെടുക്കുക. അങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം അവസാനം കുറച്ച് ഭാഗം വെക്കണം കേട്ടോ. ആ ഭാഗം നമുക്ക് കെട്ടി വെക്കണം. അങ്ങനെ കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഈ ചെറിയ നൂലുകൾ നമ്മൾ കെട്ടി വെച്ചിട്ടില്ലേ, അത് മുഴുവനും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പുറത്തേക്ക് ഊരി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിട്ടുള്ള പീസില്ലേ, അതിൻ്റെ അറ്റം നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ അത് പുറത്തേക്ക് ചാടി വരില്ല. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഭാഗത്ത് തന്നെ ചെയ്യാൻ നോക്കണം. അതായത് താഴേക്ക് വെക്കില്ലേ, ലെഫ്റ്റ് സൈഡിലേക്കാണ് ആദ്യം നൂല് താഴെ കൂടെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നൂലും ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിന് ഷേപ്പ് മാത്രമാക്കിയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അവസാനം നമുക്ക് ഒന്നുകൂടെ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷേപ്പ് ആക്കുമ്പം ഇത് തീരെ ഇല്ലാത്ത പോലെ ആയിപ്പോവും. പിന്നെ ഫെദറിന് തീരെ വലിപ്പമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആ നടുഭാഗം ഒന്ന് നമുക്കിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു ചീർപ്പെടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ചീകി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നൂല് ചീർപ്പിൽ കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് വലിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കെട്ടിൻ്റെ മേലെ നമ്മൾ കൈ അമർത്തി വെച്ചിട്ട് സാവധാനം നമ്മൾ ചീകി കൊടുക്കുമ്പോൾ ഈ നൂലുകളെല്ലാം ഇങ്ങനെ വിടർന്ന് വരും. നല്ല ഭംഗിയായിട്ടുള്ള ഫെദർ കിട്ടും. പിന്നെ ആ നടുഭാഗമില്ലേ, ആ നടുഭാഗം നമുക്കൊന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ഒരു തുള്ളി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതേപോലെ പിന്നെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തും എടുക്കുക. നമ്മുടെ നല്ല ഭംഗിയുള്ള ഫെദർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് പല വലിപ്പത്തിലും പല കളറിലും പല എന്താ പറയുക വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ?
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇത് ഞാൻ വേറൊരു കളറിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഡബിളായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ചെറിയ നൂലിങ്ങനെ മടക്കി വയ്ക്കുന്നില്ലേ, അത് ഞാൻ ഡബിളാക്കി മടക്കിയിട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് ചെയ്യൂ. താങ്ക് യു.